അടുത്തതായിട്ട് മുഖ്യപ്രഭാഷണമാണ് ഡോക്ടർ CM സാബിർ നവാസ്. അദ്ദേഹം ഡയറക്ടർ അക്കാദമി ഓഫ് എക്സലൻറ്റ് കോഴിക്കോടാണ്. എന്തായാലും അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരങ്ങളായ വാക്കുകൾ എന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കട്ടെ. വേദിയിലിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികൾ, മുപ്പത്തേഴ് വർഷം പിന്നിടുന്ന വലിയ വിദ്യാഭ്യാസ പൈതൃകം ഏറ്റവും ഉചിതമായി ആഘോഷിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഒരു കലാലയ മുറ്റത്ത് നിങ്ങളുടെ കൂടെ ഒരുമിച്ചിരിക്കാൻ അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരോട് ആത്മാർത്ഥമായി അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള KV മൂസക്കുട്ടി സാറിനോട്. ഈ കിളികൂജനം പോലെ നമ്മളിങ്ങനെ കുട്ടികളുടെ ബഹളം പരിപാടിയുടെ തുടക്കം മുതലേ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം സന്തോഷത്തോടെ കുട്ടികൾ തുള്ളിച്ചാടുന്നത് അവർ ഈ സ്ഥാപനത്തോടും ഇവിടുത്തെ അധ്യാപകരോടുമൊക്കെ അവർ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ, അവർക്കുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു വലിയ ഒരു തപസ്യ പോലെ, ഒരു പുണ്യകർമ്മം പോലെ, ഒരു വലിയ സുഹൃതമായി അറിവ് പകർന്നു നൽകുക എന്ന് പറയുന്ന ഒരു വലിയ പ്രവർത്തനം വളരെ മാതൃകാപരമായി നിർവഹിക്കുന്ന ICS കമ്മിറ്റിയെ എങ്ങനെ അഭിനന്ദിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പല നിലക്കുള്ള പരിപാടികൾക്ക്, ആനിവേഴ്സറികൾക്ക്, ആഘോഷങ്ങൾക്ക് നമ്മളൊക്കെ സംബന്ധിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇതിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരുന്നില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ നഷ്ടമാകുമായിരുന്നു എന്ന് വിലയിരുത്തുന്ന ഒരാളാണ്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു പാറ്റേൺ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. നമ്മൾ വന്ന വഴികളെ ഒന്നും വിസ്മരിക്കാതെ തുടക്ക കാലഘട്ടം മുതൽ ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട മുഴുവൻ, ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നു പോകുന്നത്. ഇവിടുത്തെ അധ്യാപകരായി നേരത്തെ പ്രവർത്തിക്കുകയും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ പങ്കുകൊള്ളുകയും ചെയ്ത, ഇന്ന് വ്യത്യസ്ത മേഖലകളിൽ വർത്തിക്കുന്ന ആളുകളെ തിരിച്ചു വിളിച്ചുകൊണ്ട് അവർക്ക് ഒരു അവസരം ഈ പ്രോഗ്രാമിൽ നമ്മളിവിടെ നൽകുകയാണ്. അതിനു പുറമെ മറ്റ് പല സ്ഥലങ്ങളിലും വെറും നാമമാത്രമായി നിലനിൽക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ, അതിൻ്റെ ഏറ്റവും തേജസ്സുറ്റ ഒരു സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് കാണിക്കുന്ന രൂപത്തിലുള്ള രണ്ട് കനപ്പെട്ട സന്ദേശങ്ങൾ, പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയും സംസാരം, മൗറൂഫിൻ്റെയൊക്കെ സംസാരം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് മെല്ലെ സ്റ്റേജിൻ്റെ പിറകിലൂടെ കണ്ടം വഴി ഓടി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നാണ്. ഇനി ഒരു പ്രസംഗത്തിനോ ഒരു പ്രഭാഷണത്തിനോ പ്രസക്തി ഇല്ലാത്ത വിധം ഈ ഒരു പരിപാടി ഇത്ര ഗംഭീരമായി മുന്നോട്ട് പോകുന്നു. PTA, മദർ PTA ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു സംവിധാനം ഇതിൻ്റെ കൂടെ നിലനിൽക്കുന്നു. അതിനു പുറമെ ഈ പ്രോഗ്രാമിൽ ഒരു കണ്ണ് കൊടുക്കുമ്പോൾ പോലും ഇനി നടക്കാനുള്ള പരിപാടികളെക്കുറിച്ച് കൃത്യമായ ജാഗ്രതയോടെ, ആകാംക്ഷയോടെ അതിൻ്റെ ആസൂത്രണത്തിന് വേണ്ടി ചുറ്റുപാടും ഓടി നടക്കുന്ന അധ്യാപകരെയും അധ്യാപികമാരെയും കാണുന്നു. ഇങ്ങനെ മനോഹരമായ ഒരു സായാഹ്നം എൻ്റെ ജീവിതത്തിന് സമ്മാനിച്ച വെട്ടം അബ്ദുള്ള ഹാജി മെമ്മോറിയൽ സ്കൂളിൻ്റെ ഭാരവാഹികളോട്, ഇവിടുത്തെ അധ്യാപകരോട്, ഇവിടുത്തെ രക്ഷിതാക്കളോട്, ഇവിടുത്തെ കുട്ടികളോട് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഈ നാട്ടുകാരനാണ് എങ്കിൽ പോലും വെട്ടം എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ, അല്ലെങ്കിൽ വെട്ടം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പലപ്പോഴും പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസവും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ നാട് മാറി ഇപ്പോൾ താമസമൊക്കെ കോഴിക്കോടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ വരാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നില്ല. പക്ഷേ നമ്മുടെ സ്കൂൾ ഇത്രയധികം വളർന്നിരിക്കുന്നു, ഇത്ര വർഷമായിരിക്കുന്നു,
ഇത്രയധികം ബാച്ചുകൾ ഇവിടുന്ന് പഠനം 21 ബാച്ചുകൾ പഠനം പൂർത്തിയാക്കി 100 മേനി കൊയ്ത് പോയിരിക്കുന്നു. ഇത്രയും താല്പര്യത്തോടെ 3 ദിവസം നടക്കുന്ന പരിപാടിയുടെ യാതൊരു ക്ഷീണവും ആലസ്യവും കാണിക്കാതെ രക്ഷിതാക്കൾ ഇങ്ങനെ ഇത്രയും സപ്പോർട്ടുമായി കൂടെ നിൽക്കുന്നു. ഇതൊക്കെ കാണുന്നത് നമ്മുടെ മനസ്സിന് നൽകുന്ന വല്ലാത്ത ഒരു സന്തോഷമാണ്. ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളുടെ കൂടെ പങ്കുചേരുക എന്നത് മാത്രമാണ് ഈ ഒരു പരിപാടിയിൽ ഞാൻ നിർവഹിക്കുന്ന ദൗത്യം. നമ്മുടെ കുട്ടികൾ പലപ്പോഴും നമ്മൾ അവരെപ്പറ്റി ഒരുപാട് ആശങ്കയുള്ളവരാണ്. നമ്മുടെ കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രായത്തിലുള്ളവർ ചെയ്തു കൂട്ടുന്ന പല പ്രവർത്തനങ്ങളും പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ നമ്മൾ വല്ലാതെ ബേജാറാകുന്നവരാണ്. നമ്മുടെ കുട്ടികളുടെ അത്രയും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ മറ്റൊരു ജനറേഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ, വേറെ ആരൊക്കെയോ കാട്ടിക്കൂട്ടുന്ന കുസൃതികളുടെ പേരിൽ പാപഭാരം ഏൽക്കേണ്ടി വരുന്ന, ആക്ഷേപം സഹിക്കേണ്ടി വരുന്ന നിരപരാധരുടെ, ഒരു തെറ്റും ചെയ്യാത്ത എന്നാൽ ജീവിതത്തിൽ നമ്മുടെ തലമുറയെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ഒക്കെ ഏറെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഒരു തലമുറ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത്, അതിൻ്റെ വാല്യൂ ചിലപ്പോൾ രക്ഷിതാക്കളും പല സമയത്തും അധ്യാപകരും വേണ്ടത്ര മനസ്സിലാക്കാതെ പോകുന്നു എന്ന ഒരു കാര്യമാണ് എനിക്ക് സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെയൊന്നും ചെറുപ്പത്തിൽ, നമ്മുടെയൊന്നും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, നമ്മുടെയൊന്നും കരിയറിൻ്റെ ഒന്നും തുടക്കത്തിൽ പോലും നമുക്ക് ഒരു പരിചയവുമില്ലാതിരുന്ന, നമുക്കൊരറിവുമില്ലാതിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ആഴത്തിൽ അറിവും ജ്ഞാനവും ഗ്രാഹ്യവുമുള്ള ഒരു തലമുറയാണ് നമ്മളിത് കാണുന്നത്. ഹൈലി സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു തലമുറയാണ് നമ്മുടെ മക്കളായിട്ട് ഇന്ന് വളരുന്നത്. അവരെ ശരിയായ രൂപത്തിൽ തിരിച്ചറിഞ്ഞ് ശരിയായ രൂപത്തിൽ അവരെ മോൾഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ സ്ഥാപനത്തിന് മാത്രമല്ല, വെട്ടത്തുനാടിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് ഏറ്റവും നല്ല റെസ്പോൺസിബിൾ സിറ്റിസൻസിനെ, ഏറ്റവും ഉത്തരവാദിത്തമുള്ള പൗരന്മാരെ നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയും എന്നത് ഏറ്റവും ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സദസ്സാണ് AHM സ്കൂളിൻ്റെ 37ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ സദസ്സ് എന്നെനിക്ക് തോന്നുകയാണ്. നമ്മുടെ കുട്ടികളെ വേണ്ടത്ര തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ നേരിടുന്നത്. നമ്മൾ വളർന്ന കാലഘട്ടത്തിൽ നമ്മളെ എങ്ങനെയാണോ രക്ഷിതാക്കൾ വളർത്തിയത്, അതേ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളെ വളർത്താൻ വേണ്ടി നമ്മൾ നോക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. നമ്മളെ എങ്ങനെയാണോ നമ്മുടെ ഗുരുക്കന്മാർ പഠിപ്പിച്ചത്, ആ രൂപത്തിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, പണ്ടൊക്കെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ആഴ്ചകൾ, ദിവസങ്ങൾ ഉറക്കമൊഴിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാന്നുള്ളത്. പരീക്ഷയ്ക്ക് വേണ്ടി ഉറക്കമൊഴിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓഫാക്കി അതിനുവേണ്ടി മാത്രം ചടഞ്ഞിരിക്കുക എന്നൊന്നും നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. പക്ഷേ റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്കും ഉണ്ടാവും. നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ കുട്ടി പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചതുപോലെ കുട്ടി പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഉറക്കമൊഴിച്ചതുപോലെ കുട്ടി ഉറക്കമൊഴിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ കഷ്ടപ്പെട്ടതുപോലെ കുട്ടി കഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വളർന്നിരിക്കുന്നു എന്നുള്ളത് പല കാരണവശാലും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ പ്രയാസങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ക്ലാസ്സിൽ വരണമെന്നില്ല അറിവ് അഭ്യസിക്കണമെങ്കിൽ. ടീച്ചർ വന്നിട്ട് ആ ടീച്ചർ പകർന്നു കൊടുക്കുന്ന അറിവ് മാത്രമായിരുന്നു നമ്മുടെയൊക്കെ കാലത്തുള്ള വിദ്യാസമ്പാദനത്തിൻ്റെ ഒരു ഉപാധിയെങ്കിൽ, ഇന്ന് സ്വന്തം വിരൽത്തുമ്പിൽ നമ്മളുടെ മൊബൈൽ ഫോൺ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഉപയോഗിക്കുമ്പോഴേക്ക് അവർക്ക് ഗ്രഹിച്ചെടുക്കാവുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം, ലോകക്രമം ഇന്ന് വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ നമ്മൾ പോകരുത്. ഞാൻ ക്ലാസ്സിൽ ചെന്നിട്ട് വേണം കുട്ടികളെ പാഠം പഠിപ്പിക്കാൻ, ഞാൻ വീട്ടിൽ ഉറക്കമൊഴിച്ചിട്ട് വേണം കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് വേറെ ഏതോ ലോകത്താണ്. നമ്മുടെ കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളുടെ പ്രതിനിധികളായിട്ടുള്ള പലരും പല നിലക്കുള്ള, നമ്മുടെ കാലത്തൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള വൃത്തികേടുകൾ അവർ ചെയ്യുന്നുണ്ട്. സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നുണ്ട്. ക്രിമിനൽ കുറ്റങ്ങളിൽ പിടിക്കപ്പെടുന്നുണ്ട്. ഇതൊന്നും മറച്ചു വെച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്.
പക്ഷേ ഏതൊക്കെയോ കുട്ടി ക്രിമിനലുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ മക്കളെ എന്തിനാണ് നമ്മൾ കുറ്റവാളികളാക്കി ആക്ഷേപിക്കുന്നത്? എന്തിനാണ് അവരെ പഴിചാരുന്നത്? എന്തിനാണ് സംശയത്തിൻ്റെ മുൾമുനയിൽ അവരെ നിർത്തുന്നത് എന്ന് മാത്രമേ എനിക്ക് രക്ഷിതാക്കളോടും അധ്യാപകരോടും ചോദിക്കാനുള്ളൂ. ഇങ്ങനെ ഏതൊക്കെയോ ആളുകൾ ഇങ്ങനെ വളരുന്നു എന്നുള്ളത്. നമ്മുടെ കുട്ടികളുടെ ഹെയർ സ്റ്റൈൽ നോക്കി, അവരുടെ ഡ്രസ് കോഡ് നോക്കിയിട്ട് നമ്മൾ കുട്ടികളെ വിലയിരുത്തിയിട്ട് അവരെ ജഡ്ജ് ചെയ്തിട്ട് അവർ ചെയ്യാത്ത കുറ്റങ്ങളുടെ പേരിൽ അവരെ നമ്മൾ പഴിചാരി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബം മാത്രമായിരിക്കില്ല, നമ്മുടെ സ്ഥാപനം മാത്രമായിരിക്കില്ല, നമ്മുടെ നാടിൻ്റെ ഭാവിയായിരിക്കും എന്നുള്ള ഏറ്റവും ഗൗരവമായ ഒരു തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതെന്നാണ് വളരെ വിനയത്തോടു കൂടി രക്ഷിതാക്കളോടും അധ്യാപകരോടും പറയാനുള്ളത്. ദയവ് ചെയ്ത് നിങ്ങൾ ക്ലാസ്സിൽ ചെന്ന് കുട്ടികൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു 50ഓളം ടീച്ചേഴ്സിനെ കാണാൻ പറ്റിയപ്പോൾ ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് ക്ലാസ്സിൽ പോയി നിങ്ങൾ പഠിപ്പിക്കരുത്. രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളോട് നിങ്ങളിങ്ങനെ പഠിക്കണം 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 എന്ന് പറഞ്ഞ് പിന്നാലെ കൂടരുത്. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളൂ. നമ്മളെക്കാൾ കൂടുതൽ ഇപ്പോൾ ഞാൻ അധ്യാപകനാണ്, അധ്യാപക രംഗത്ത് ഏറെ നാളായി പ്രവർത്തിക്കുന്ന, സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമ്മൾ ചെന്നിട്ട് വേണം, നമ്മൾ പഠിപ്പിച്ചിട്ട് വേണം കുട്ടികൾക്ക് അറിവ് കിട്ടാൻ, വിദ്യാഭ്യാസം കിട്ടാൻ എന്ന് നമ്മൾ ശഠിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമ്മൾ ഈ ലോകത്തിൻ്റെ സ്പന്ദനം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ടത് സിലബസും പോർഷനൊന്നല്ല. നമ്മളിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ടത് കുറേ അറിവുകളുടെ ഭാണ്ഡങ്ങളല്ല. രക്ഷിതാക്കളിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കേണ്ടത് അവർക്ക് പഠിക്കാൻ വേണ്ടി കുറേ മാർക്ക് നേടാൻ വേണ്ടിയുള്ള കുറേ പ്രോത്സാഹനങ്ങളല്ല. നമ്മുടെ കുട്ടികൾക്ക് ദൗർഭാഗ്യവശാൽ ഇന്ന് ഇല്ലാതെ പോകുന്നത് സമൂഹവുമായുള്ള ബന്ധമാണ്. മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന്, എങ്ങനെ സംസാരിക്കണമെന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയും, ഇപ്പോൾ നേരത്തെ ഇവിടെ സംസാരത്തിൽ ആരോ പറഞ്ഞു, നമ്മൾ സമൂഹവുമായി ബന്ധം നഷ്ടപ്പെട്ട് നമ്മൾ സ്വന്തം കുടുംബത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണ്. സ്വന്തം കുടുംബത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതൊക്കെ പണ്ടായിരുന്നു. ഇന്ന് സ്വന്തം കുടുംബത്തിൽ പോലും നമുക്ക് ആരോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത വിധമാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. വീട്ടിലാകെ ഉള്ള 4-5 പേരോട് പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയം എന്ന് പറയുന്ന ഒരു സംവിധാനം നഷ്ടപ്പെട്ടു പോയി. അടുത്തിരിക്കുന്ന ആളുകളോട് മിണ്ടാതിരിക്കുകയും അകലെയുള്ളവരോട് മണിക്കൂറുകളോളം സംസാരിക്കുകയും ചെയ്യുന്ന പുതിയ ഒരു കമ്മ്യൂണിക്കേഷൻ കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെയാണ് സോഷ്യൽ മീഡിയ എന്ന് വിളിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സമൂഹവുമായി ബന്ധമുണ്ടാക്കാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചതല്ല. സമൂഹത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു പറ്റം മാധ്യമങ്ങൾക്ക്, നവമാധ്യമങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പേരാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോവിഡ് പോലെയുള്ള ഒരു വലിയ 2 വർഷത്തോളമുള്ള ഒരു വലിയ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെയും ക്വാറന്റൈൻ്റെയും ഒക്കെ കാലഘട്ടം വന്നതിൻ്റെ ശേഷമുണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആരോടും വല്ലാതെ അടുക്കരുത്, ആരോടും വല്ലാതെ കൂട്ടുകൂടരുത്, ആരുടെ വീട്ടിലും പോകരുത്, ആരോടും സംസാരിക്കരുത് എന്ന് പറയുന്ന ഒരു വലിയ സോഷ്യൽ ഡിസ്റ്റൻസിങ് WHO, ലോകാരോഗ്യ സംഘടന പിൻവലിച്ചു, സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യ മന്ത്രാലയമൊക്കെ പിൻവലിച്ചു. പക്ഷേ ആ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മുടെ കുട്ടി തെറി പറയുന്നു, ക്ലാസ്സിൽ വെച്ച് കുട്ടി ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നു, അല്ലെങ്കിൽ കുട്ടി മൊബൈലിൽ എന്തൊക്കെയോ കാണുന്നത് അധ്യാപിക കണ്ടുപിടിക്കുന്നു, അത് ടീച്ചറോട്, ഹെഡ്മാസ്റ്ററോട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ദൈനംദിനം നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് നടക്കുന്ന സംഭവങ്ങളാണ്. ഇതിൻ്റെ പേരിൽ നമ്മുടെ കുട്ടി പിഴച്ചു പോയിരിക്കുന്നു, നമ്മുടെ കുട്ടി ആകെ ചീത്തയായിരിക്കുന്നു, നമ്മുടെ കുട്ടിയെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നതിന് പകരം എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, അതിനെന്താണ് പരിഹാരമെന്ന് ഏറ്റവും ഗൗരവമായി നമ്മൾ ചിന്തിച്ചിട്ട് അതിനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഭാവി എന്ന് പറയുന്ന ഒന്നതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലുമുള്ള അവകാശം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കുവാനുള്ള, അവരെ അടുത്തു നിർത്തുവാനുള്ള, അവരെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു ശേഷിയാണ് രക്ഷിതാവ് എന്നുള്ള നിലക്ക്, അധ്യാപകൻ എന്നുള്ള നിലക്ക് നമ്മൾ നേടിയെടുക്കേണ്ടത്. കുട്ടികളെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം, അയൽപ്പക്കത്തെ കുട്ടി ചെയ്യുന്നതിൻ്റെ പേരിൽ നമ്മുടെ കുട്ടിയെ പഴി പറയുന്നതിന് പകരം, നമ്മുടെ കുട്ടികൾ ആരോടും മിണ്ടാത്തതിൻ്റെ പേരിൽ നമ്മുടെ കുട്ടിയെ സംശയിക്കുന്നതിന് പകരം, ഈ കുട്ടികൾക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ എന്താണ് വഴി എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ സിവിൽ സർവീസ് അക്കാദമിയെക്കുറിച്ചും കുട്ടികൾക്കുള്ള കോച്ചിങ് സെൻ്ററിനെ കുറിച്ചൊക്കെ ഇവിടെ വളരെ വലിയ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് നമുക്ക് നമ്മുടെ മക്കളെ മനുഷ്യരാക്കുവാൻ,
ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും മതിൽക്കെട്ടുകളില്ലാതെ മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ നാടിൻ്റെ നന്മയുണ്ടല്ലോ, ഗ്രാമത്തിൻ്റെ നന്മ, ഏതു യന്ത്രവൽകൃത യുഗത്തിൽ പിളർന്നാലും ഏത് ധൂസര സങ്കല്പത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്നൊക്കെ പണ്ട് നമ്മുടെ കവികൾ ചൊല്ലിപ്പറഞ്ഞിരുന്ന നാട്ടു നന്മകളുണ്ടല്ലോ, നാട്ടറിവുകൾ, നാടിൻ്റെ പുണ്യങ്ങൾ. ഇത് നേടിയെടുക്കാൻ എന്താണ് വഴി എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ഒരു കാര്യവും നമ്മൾ ഒരാളോട് സംസാരിക്കേണ്ടതില്ലാത്ത വിധം, അപ്പോൾ നമ്മൾ കുട്ടിയോട് നമുക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ കുട്ടി മൊബൈൽ എടുത്തിട്ട് ഹോസ്പിറ്റൽ നിയർ മീ എന്ന് അടിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കാണിച്ചു തരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാൻ ഒരു കടയിൽ പോകേണ്ടതില്ല, അത് ഇൻസ്റ്റൻറ്റ് ഡെലിവറി ആയിട്ട് നമ്മുടെ വീട്ടിലെത്തും. ഭക്ഷണം പോലും നമ്മുടെ വീട്ടിൽ, കോട്ടക്കലിൽ നിന്നും കടുങ്ങാത്ത് കൊണ്ടുനിന്നും പുത്തനത്താണിയിൽ നിന്നൊക്കെ ഭക്ഷണം നമ്മുടെ വട്ടത്തേക്ക് പറന്നെത്തും മിനിറ്റുകൾ കൊണ്ട്. ഇങ്ങനെ എല്ലാം ഡിവൈസുകൾ നിശ്ചയിക്കുന്ന ഒരു കാലത്ത് മനുഷ്യരെ കണ്ടാൽ തിരിച്ചറിയാത്ത മനുഷ്യരോട് പെരുമാറാൻ അറിയാതെ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി, സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് നിർബന്ധമായി ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കഴിവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രതിസന്ധി നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ചു പിടിക്കുവാനുള്ള ഏറ്റവും നല്ല സംവിധാനങ്ങളാണ് ഗ്രാമപ്രദേശങ്ങളിലെ നാട്ടിൻ പുറത്തെ വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് നല്ല വലിയ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനമുള്ള വീട്ടിൻ്റെ മുമ്പിലേക്ക് എയർ കണ്ടീഷൻഡ് ബസ് വരുന്ന, നല്ല വൈഫൈ സംവിധാനങ്ങൾ ക്ലാസ് റൂമിനകത്ത് പ്രദാനം ചെയ്യുന്ന, നല്ല ഫീസ് കനത്തിൽ മേടിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാം. പക്ഷേ അവരെ മനുഷ്യരായി തിരിച്ചു കിട്ടണമെങ്കിൽ, അവർ മനുഷ്യരായി ജീവിക്കണമെങ്കിൽ, നമ്മുടെയൊക്കെ വാർദ്ധക്യത്തിൽ, നമ്മുടെയൊക്കെ അവശകാലഘട്ടങ്ങളിൽ നമുക്കൊരു തുണയായി, തണിയായി, തണലായി നമ്മുടെ മക്കൾ കൂടെ ഉണ്ടാകണം എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാട്ടിൻപുറത്തിൻ്റെ നന്മ നിലനിൽക്കുന്ന നാട്ടുകലാലയങ്ങളിൽ, HM സ്കൂൾ പോലെയുള്ള നാട്ടുകലാലയങ്ങളുടെ നന്മ തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാകണം. ഇവിടുത്തെ അധ്യാപകർ അവർ ചെയ്യുന്ന സേവനങ്ങൾ, ത്യാഗ പരിശ്രമങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ അധ്യാപകരോട് നല്ല നിലക്ക് നമ്മൾ സംസാരിക്കാനും ആശയവിനിമയം നടത്താനും തയ്യാറുണ്ടെങ്കിൽ, അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ധാരണയിൽ എത്തിച്ചേർന്നാൽ നമ്മുടെ കുട്ടികളെ ഇന്ന് അവർ അഭിമുഖീകരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് മാറി അവരെ വലിയ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ കുട്ടികൾക്കുള്ള ഈ സോഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ അവർ ഇന്ന് ലോകത്തെ, അതിർത്തികളില്ലാത്ത ലോകത്തെ സ്വപ്നം കാണുന്നവരാണ്. നമ്മളൊക്കെ ഈ നമ്മുടെ നാട് വിട്ട്, മലപ്പുറം ജില്ല വിട്ട്, കേരളം വിട്ട് വേറൊരു പ്രദേശത്തേക്ക് പോകുകയോ അവിടെ പോയി സെറ്റിൽ ചെയ്യുകയോ അവിടുത്തെ ജോലി നമ്മൾ നേടിയെടുക്കുകയോ ചെയ്യുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ, രാജ്യത്തിൻ്റെ അതിർത്തികൾ പോലും ചിന്തിക്കാതെ ലോകത്തിൻ്റെ എവിടേക്കും പറന്നു പോകാൻ തയ്യാറായി നിൽക്കുന്ന അത്രയും വലിയ ഗ്ലോബൽ ഔട്ട്ലുക്കാണ്, ആഗോള കാഴ്ചപ്പാടാണ് നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും അവർ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈസുകളും അവർ കാണുന്ന വെബ് സീരീസും ഒക്കെ അതിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ കുട്ടികൾക്ക് ആഗോള വീക്ഷണമുണ്ട്. ആ കുട്ടികൾക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ, ചെയ്തു തീർക്കാനുള്ള അങ്ങേയറ്റത്തെ സ്കില്ലുണ്ട്. അപ്പം നമ്മളൊക്കെ ഒരു സീനിയറായ ടീച്ചറെ വിളിച്ചിട്ട് നാളെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, ഒരു PPT തയ്യാറാക്കണമെന്ന് പറഞ്ഞാൽ നാളേക്ക് പറ്റില്ല, അടുത്ത ആഴ്ചക്ക് ഞാൻ വേണമെങ്കിൽ ശ്രമിക്കാമെന്ന് പറയും. പക്ഷെ നമ്മൾ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ 6ലോ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചിട്ട് ഒരു പ്രസൻറ്റേഷൻ PPT ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ കുട്ടി 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി തരും. നമ്മുടെ മൊബൈൽ ഫോണിനകത്തൊരു പ്രശ്നം വന്നാൽ, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ എന്തെങ്കിലും സാങ്കേതിക തകരാറ് നേരിട്ടാൽ നമ്മൾ ഇപ്പോൾ ഒരു മൊബൈൽ ഷോപ്പിലേക്കല്ല പോവുക, നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും യങ്ങസ്റ്റായ, ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുട്ടീൻ്റെ അടുത്തേക്കാണ് പോവുക. ആ കുട്ടി ചെറിയ എന്തൊക്കെ ചില കാര്യങ്ങൾ ചെയ്താൽ ആ മൊബൈൽ നന്നാവും. അത്രയധികം സ്കിൽ സെറ്റ് സ്വായത്തമാക്കിയിട്ടുള്ള ഒരു തലമുറ നമ്മുടെ മുന്നിലുണ്ട്. ലോക വീക്ഷണം അവരുടെ കയ്യിലുണ്ട്. നമുക്കൊക്കെ മലയാളം പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് കുട്ടികൾ ആഗോള ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയും അറബിയും സ്പാനിഷും ഫ്രഞ്ചും ജർമ്മനും, കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടുന്ന കുട്ടികളാണെങ്കിൽ കൊറിയൻ ഭാഷയും ഒക്കെ അടക്കം സ്വായത്തമാക്കിയിട്ടുള്ള കുട്ടികളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ആ കുട്ടികളെ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി
നമ്മുടെ നാടിനും നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ രാജ്യത്തിനും ഉപകാരപ്പെടുന്നവരാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഏറ്റവും ഗൗരവപ്പെട്ട ഒരു ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടിയുള്ള ഏറ്റവും അവസാനത്തെ സമയമാണ്. ലാസ്റ്റ് ബസ്സാണ് ഇനി പോകാനുള്ളത്. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ കാണിക്കാൻ കാത്തു നിൽക്കാൻ മറ്റൊരു വാഹനം വരാനില്ല എന്ന തിരിച്ചറിവുണ്ടാകണമെന്നേ പറയാനുള്ളൂ. ന്യൂ ജനറേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, കുട്ടികൾ പിഴച്ചു പോയിരിക്കുന്നു, നാട് ആകെ MDMA ലഹരിയിൽ അകപ്പെട്ടിരിക്കുന്നു, നാട്ടിൽ മുഴുവനും ലൈംഗിക വൈകൃതങ്ങളും അശ്ലീല സംഭാഷണങ്ങളും കൊണ്ട് നാട് ആകെ മലീമസമായിരിക്കുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ പർവ്വതീകരിച്ചുകൊണ്ടുള്ള ജനറലൈസേഷൻ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ കുറ്റപ്പെടുത്തലുകൾക്ക് പകരം നമ്മുടെ കുട്ടികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ നമ്മുടെ മക്കളാണ്, നമ്മുടെ മക്കളായി തന്നെ അവർ വളരണമെന്ന ബോധത്തോടു കൂടി രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ച് ചേർന്ന് നിന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ചരിത്രം രചിക്കാൻ വേണ്ടി കഴിയും, പുതിയ ഒരു അധ്യായം നമ്മുടെ നാടിന് സമ്മാനിക്കാൻ വേണ്ടി കഴിയും എന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നമ്മുടെ കുട്ടികളുടെ കൂടെ നിൽക്കണം, അവരുടെ കൂടെ നമ്മൾ സംസാരിക്കണം, അവരുടെ കൂടെ നമ്മൾ ജീവിക്കണം, അവരുടെ കൂടെ നമ്മൾ കളിക്കണം, അവർക്ക് പറയാനുള്ളത് പറയാനും കേൾക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഏത് കുട്ടിയോട് നിന്ന് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ നടത്താൻ പറഞ്ഞ കുട്ടി ആദ്യം പറയുന്നത്, പേരിൻ്റെ മുമ്പ് കുട്ടി പറയുന്നത് ഐ ആം ഇൻട്രോവേർട്ട് എന്നാണ്. ഞാൻ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഐ ആം ബോൺ ആസ് ഇൻട്രോവേർട്ട്. ഇത് അവരുടെ അഡ്രസ്സാണ്, ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഇൻട്രോവേർട്ടുകൾ സാധാരണ മനുഷ്യരെ കണ്ടാൽ ചിരിക്കാറില്ല, ഇൻട്രോവേർട്ടുകൾ ക്ലാസ്സിൽ സ്ഥിരമായി അറ്റൻഡ് ചെയ്യാറില്ല, ഇൻട്രോവേർട്ടുകൾ ഹോംവർക്ക് ചെയ്യാറില്ല, ഇൻട്രോവേർട്ടുകൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലേക്ക് ഇങ്ങനെ ഓടി വരാറില്ല, അവർ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കാറില്ല, ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അവർ ഉത്തരം പറയാറില്ല എന്ന് ആരൊക്കെയോ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ നമ്മുടെ കുട്ടി ഇൻട്രോവേർട്ടാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഇൻട്രോവേർട്ടായി തന്നെ അവർ നിലനിൽക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് പൊളിച്ചു കൊടുക്കാൻ, അവരെ മനുഷ്യരാക്കി തിരിച്ചു കൊണ്ടുവരാൻ, അവരെ നാടിന് നന്മയുള്ളവരാക്കി മാറ്റാൻ, അവരെ നാടിന് പ്രതീക്ഷയുള്ളവരാക്കി കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. വെറുതെ അവരെ കുറ്റം പറയുന്നതിന് പകരം അവരിൽ ഒരുപാട് നന്മകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഞാൻ അധികം ഒന്നും നീട്ടിപ്പരത്തി സംസാരിക്കേണ്ട ഒരു സദസ്സല്ല, ഒരുപാട് പേരിവിടെ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. നമുക്ക് പരിപാടി സമാപിപ്പിക്കേണ്ട സന്ദർഭത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലുണ്ടായ പല ദുരന്തങ്ങളും, നമ്മുടെ നാട്ടിലുണ്ടായ പല പരീക്ഷണങ്ങളും അത്യാഹിതങ്ങളും പ്രകൃതി പ്രതിഭാസങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് ഇവിടെ അവശതയിൽ അകപ്പെട്ടവരെ, തുരുത്തുകളിൽ ഒറ്റപ്പെട്ടവരെ, ജീവിക്കുവാൻ വഴിയില്ലാതെ പ്രയാസപ്പെട്ടവരെ ഒക്കെ ചേർത്ത് പിടിക്കാനും അവർക്ക് ഭക്ഷണം എത്തിക്കാനും മരുന്നെത്തിക്കാനും ഒക്കെ തയ്യാറായത് നമ്മൾ ഇന്ന് കുറ്റം പറയുന്ന ന്യൂ ജനറേഷനിലെ ചെറുപ്പക്കാരായിരുന്നു. കരിപ്പൂർ എയർപോർട്ടിൽ ഒരു വിമാനാപകടം ഉണ്ടായി, നൂറുകണക്കിന് ആളുകൾ മരണത്തോട് മല്ലടിക്കുന്നൊരു സമയം ഉണ്ടായപ്പോൾ അവിടെ രക്ഷാസേനയും ഫയർഫോഴ്സും CISF ഒക്കെ അവരുടെ സെക്യൂരിറ്റി മാനുവൽ നോക്കി ഇങ്ങനെ കാത്തു നിന്ന സമയത്ത് അതൊന്നും പരിഗണിക്കാതെ എയർപോർട്ടിൻ്റെ മതിലുകൾ തകർത്ത് ഓടിച്ചെന്ന് കിട്ടിയ വാഹനങ്ങളിൽ അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് നമ്മളിന്ന് കുറ്റം പറയുന്ന ഈ ചെറുപ്പക്കാർ തന്നെയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ അവർക്ക് ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, വളരെ ചെറിയ പ്രശ്നങ്ങൾ, അതിനെ നമ്മളൊരു ഒരു ഒരു ഒറ്റക്കെട്ടായി, രക്ഷിതാക്കൾ മാത്രമല്ല, അധ്യാപകർ മാത്രമല്ല, രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഈ 3 യൂണിറ്റുകളും ഒരുമിച്ച് നിന്നാൽ നമ്മുടെ സ്ഥാപനത്തിൽ അവരെ മനുഷ്യരാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടണം. പാവപ്പെട്ടവരെ സഹായിക്കാനും വൃദ്ധരായ ആളുകളെ ബഹുമാനിക്കുവാനും സാധുക്കളായ പാവങ്ങളായ ആളുകളുടെ കൂടെ ജീവിക്കുവാനും നാടിൻ്റെ നന്മയും നാടിൻ്റെ സുഗന്ധവും ഒക്കെ ഉൾക്കൊള്ളാനും കഴിയുന്ന, നാടിൻ്റെ നന്മ പ്രസരിക്കുന്ന നല്ല മക്കളാക്കി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല എക്കോസിസ്റ്റം, ഒരു നല്ല ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ സ്കൂളിനുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മക്കളുടെ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് പരാതി പറയുന്ന പല രക്ഷിതാക്കൾക്കും ഉള്ള പ്രശ്നം, അവർ ധാരാളമായി മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളതാവരുത്. മക്കൾ ഏതു മാർഗത്തിലാണോ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, മക്കൾ ഏത് വഴിയിലാണോ അവർ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് അവർക്ക് വേറെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചൊല്ലിക്കൊടുക്കുന്നതിന് പകരം എൻ്റെ ജീവിതം കണ്ടു പഠിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ, മക്കളുടെ മുന്നിൽ നട്ടെല്ലുയർത്തി മാതൃകയായി നിറഞ്ഞു നിൽക്കാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സാധിക്കണം. നാട്ടിൽ എന്തൊക്കെ വൈകൃതങ്ങളുണ്ടോ, നാട്ടിൽ എന്തൊക്കെ വൃത്തികേടുകളുണ്ടോ, നാട്ടിൽ എന്തൊക്കെ മലീമസമായ പ്രവർത്തനങ്ങളുണ്ടോ, അതിലൊക്കെ നമ്മൾ ഇടപെടുകയും നമ്മൾ അതിലൊക്കെ ഭാഗവാക്കാവുകയും എന്നിട്ട് മക്കളോട് നമ്മൾ കുറേ സതുപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരർത്ഥവും ഉണ്ടാവുകയില്ല. നമ്മുടെ നാട്, നമ്മുടെ കുടുംബം,
നമ്മുടെ വീട്, നമ്മുടെ സ്ഥാപനം അത് നല്ല നിലക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊരു നന്മയാണോ, എന്തൊരു ധാർമ്മികതയാണോ, എന്തൊരു പുണ്യമാണോ, എന്തൊരു സൽപ്രവർത്തനങ്ങളാണോ നമ്മൾ നമ്മുടെ മക്കളിൽ പുലരാൻ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ സ്വയം പ്രവർത്തിച്ചുകൊണ്ട് മുന്നിൽ നടക്കുന്ന മാതൃകാരൂപങ്ങളായി മാതാപിതാക്കളും രക്ഷിതാക്കളും സമൂഹത്തിലുള്ള മുതിർന്നവരുമൊക്കെ മാറാൻ തയ്യാറായാൽ നമ്മുടെ സമൂഹത്തെ, വളർന്നു വരുന്ന കുട്ടികളെ ലോകം മുഴുവനും, ഇപ്പോൾ നേരത്തെ മുസുക്കുട്ടി മാഷും ജബ്ബാർ മാഷൊക്കെ പറഞ്ഞു, ഇവിടെ പഠിച്ച കുട്ടികൾ ആരും വെറുതെ ഇരിക്കുന്നില്ല എന്ന്. അവർ ഒന്നുകിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ കരിയറിൻ്റെയോ ഓണ്ടർപ്രണർഷിപ്പിൻ്റെയോ ഒക്കെ മേഖലയിൽ അവർ വെന്നിക്കൊടി നാട്ടിയവരാണ് എന്ന്. നമ്മുടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഇനി പഠിക്കാനുള്ള കുട്ടികളും നമ്മുടെ സ്ഥാപനത്തിൽ മാത്രമല്ല നമ്മുടെയൊക്കെ പരിസര പ്രദേശങ്ങളിലുള്ള കുട്ടികളുമൊക്കെ ലോകത്തിൻ്റെ നേതാക്കളും ജേതാക്കളുമാകുന്ന രൂപത്തിൽ, ആഗോള പൗരന്മാരായി വളരുന്ന രൂപത്തിൽ, അവരുടെ മാതാപിതാക്കൾക്ക് സന്തോഷിക്കുവാനും അഭിമാനിക്കുവാനും കാരണമാകുന്ന രൂപത്തിൽ നമ്മുടെ മക്കൾ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആത്മാർത്ഥമായ ഒരു ജാഗ്രതയോടുകൂടിയുള്ള ചില യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വെക്കാൻ തയ്യാറാകണമെന്ന് മാത്രം ഈ വൈകിയ സദസ്സിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അധികം ആശങ്കപ്പെട്ടതുകൊണ്ടോ ഭയപ്പെട്ടതുകൊണ്ടോ നിരാശപ്പെട്ടതുകൊണ്ടോ കാര്യമില്ല. ഇത്തരം പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് മനസ്സിലാക്കി അവരെ തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് കുട്ടികളെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് സ്നേഹം കൊടുത്ത് അവരുടെ സ്നേഹം തിരിച്ചു വാങ്ങി പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ, ഒത്തൊരുമയോടുള്ള പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും, സ്ഥാപനത്തിൻ്റെ മേധാവികളും രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് നിന്നും മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. നമുക്ക് ശോഭനമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം അവിടെ അവശേഷിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം നൽകിയ ഇതിൻ്റെ ഭാരവാഹികളോട്, ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്ന ഈ സദസ്സിലുള്ള രക്ഷിതാക്കളോട് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് മാർഗദർശനമായി നമ്മുടെ ഗുരുനാഥന്മാരാണ്. മുസക്കുട്ടി സാറെ പോലെയുള്ള ഗുരുനാഥന്മാർ അവർ ജീവിതത്തിൽ കാണിച്ചു തന്ന നല്ല വ്യക്തിത്വത്തിൻ്റെയും നല്ല ജീവിതത്തിൻ്റെയും മാതൃകകളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു 37 വർഷം പിന്നിടുന്ന ഒരു കലാലയം, അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു വിജയാഘോഷം നടക്കുന്ന സമയത്ത് അദ്ദേഹം പഠിപ്പിച്ച നൂറുകണക്കിന് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒറ്റൊരാളായി മാത്രം ഒറ്റപ്പെട്ടു പോകാവുന്ന എന്നെ പ്രത്യേകമായി ഓർത്തെടുത്തുകൊണ്ട് ഇങ്ങനൊരു അവസരം നൽകി എനിക്ക് ആദരവ് നൽകിയ മുസക്കുട്ടി സാർ എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിലെ മാതൃകാ പുരുഷനായ ഗുരുനാഥനോടും ഈ ICSൻ്റെ മാനേജ്മെൻറ്റിനോടും ഇവിടുത്തെ അധ്യാപകരോടും PTA കമ്മിറ്റിയോടും വിദ്യാർത്ഥികളോടും ഒരിക്കൽ കൂടി എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.